കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ജീവൻ മരണ പോരാട്ടത്തിലാണ്. ദേശീയ തലത്തിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേട് അതിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. ഈ അതുകൊണ്ടരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി ഈ അധികാരത്തിന്റെ ആ ഒരു അപ്പക്കഷ്ണം നുണയാൻ വേണ്ടി കുറെ കാലമായിട്ട് കൊതിച്ച് നടക്കാതെ വരുംതോറും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കുടുംബത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ അമ്മയെക്കുറിച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുക, അവിടെ വരെ എത്തി കാര്യങ്ങൾ. ഈ നാട്ടുമ്പുറത്തെ ചില സ്ത്രീകള് നുണയും കൊതിയും ഒക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പിന്നീട് അവസാനം അവർ പരാജയപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ എതിരാളിയെ ഈ ചീത്ത പറഞ്ഞ് ഒതുക്കിയിരുത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് രാഹുൽ ഗാന്ധി ഈ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ അമ്മയ്ക്കെതിരെയും മറ്റുമൊക്കെ സംസാരിച്ചത്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു ദയനീയ ചിത്രത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുന്നണി സഖ്യം എന്നൊക്കെ പറയുന്നത് വെറും ഒരു തട്ടിക്കൂട്ടൽ സംഘടനയാണ്. അതിന് വലിയ ആയുസില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇപ്പോൾ ഇതാ ഈ സംസ്ഥാന തലത്തിലേക്ക് കേരളം പിടിക്കാനുള്ള നിർണായക നീക്കം നടത്തുകയാണ്. കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളം പിടിച്ചെടുക്കാമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. പക്ഷേ കോൺഗ്രസിനകത്തുള്ള മുടിയനായ പുത്രൻ തന്നെ അതെല്ലാം കൊണ്ടുപോയി ചെന്നിട്ട് കല ഉടച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ മറ്റൊരു രാഹുൽ, ദേശീയ തലത്തിലെ രാഹുലല്ല, കേരളത്തിൽ ഒരു മുടിയനായ പുത്രനുണ്ട്, രാഹുൽ മാങ്കൂട്ട്. അത് കോൺഗ്രസിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാനഹാനി ചില്ലറയല്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിജയത്തിൽ ആഹ്ലാദ തിമിർപ്പിൽ നിൽക്കുകയായിരുന്നു. ആ ആഹ്ലാദ തിമിർപ്പിൽ നിന്നുകൊണ്ട് കേരളത്തിൽ ഒരു വലിയ തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് കോൺഗ്രസും UDF-ലെ മറ്റ് ഘടകകക്ഷികളും ഒക്കെ ഏറെ പ്രതീക്ഷിച്ചു എന്നുള്ളതാണ്. ഘടകകക്ഷികൾ എന്ന് പറഞ്ഞാൽ ഏറെ പ്രധാനമായിട്ടുള്ള ലീഗ് തന്നെ. ആ പ്രതീക്ഷകളൊക്കെ ഇപ്പോൾ അസ്ഥാനത്തായി തീർന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം CPM നയിക്കുന്ന LDF അതിശക്തമായിട്ട് മുമ്പോട്ട് കൊണ്ടുവരികയാണ്. ഇതേ അവസരത്തിൽ കേരളത്തിൽ BJP ശക്തമായ ഇടം പിടിക്കുന്നു എന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ചലനങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൂടെ കോൺഗ്രസിനകത്തൊരു പ്രതിച്ഛായ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് തുടർഭരണം തങ്ങൾക്ക് പിടിക്കാമെന്നുള്ള രീതിയിലാണ് CPM മുമ്പോട്ട് പോകുന്നത്. അതെന്തായാലും നടക്കില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരത്തിലാണ് കേരളം നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം തമസ്കരിച്ച് കേരളത്തിലെ പുതിയൊരു ഭരണം വന്നെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ള തരത്തിൽ ഒരു പര്യടനം തന്നെ നടത്താനായിട്ട് തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. അതിന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നേതൃത്വം കൊടുക്കും എന്നാണ് അറിയുന്നത്. പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ നിന്നുള്ള ഒരു MP ആണല്ലോ. അത് ഏത് മണ്ഡലത്തിലെയാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർക്ക് കൃത്യമായ അറിവില്ല. രാഹുൽ ഗാന്ധിയെ 2 തവണയും ജയിപ്പിച്ചു. എന്നിട്ട് ഉത്തരേന്ത്യയിലെ അവിടെ സ്ഥാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കളഞ്ഞിട്ട് പോവുകയും ചെയ്തു. പെങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ വയനാട്ടുകാരുടെ തലയിൽ കെട്ടിവെക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ കേരളം പിടിക്കാനായിട്ടുള്ള ഒരു വലിയ നേതൃത്വ നിര തന്നെ ദേശീയ തലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കും. രേവന്ത് റെഡ്ഡി, DK ശിവകുമാർ, സച്ചിൻ പൈലറ്റ് ഇങ്ങനെയുള്ളവരെയൊക്കെ തന്നെ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ BJP ഇവരുടെ പര്യടനത്തിൽ ഒന്നും തന്നെ തകരാൻ പോകുന്നില്ല. അവർക്ക് പിടിക്കാനുള്ള സീറ്റ് അവർ പിടിച്ചിരിക്കും.
അത് കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, എല്ലാ കാലത്തും ബി ജെ പിക്ക് വിജയം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന് അവിടെ ദയനീയമായ ഒരു പരാജയത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അവിടെ വലിയ പതനം സംഭവിച്ചിരിക്കുന്നത് CPI-ക്കാണ്, ഇടതുമുന്നണിക്കാണ്. കേരളത്തിൽ നമുക്കറിയാം, BDJS രൂപീകൃതമായ നാൾ മുതൽ BDJS എവിടെ മത്സരിക്കുന്നുണ്ടോ ആ മണ്ഡലത്തില് UDF സ്ഥാനാർത്ഥി തോൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദയനീയമായ തോൽവി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, BJP എത്രത്തോളം വോട്ട് നേടിയെടുക്കുന്നോ അത് കോൺഗ്രസിന് UDF-ന് വലിയ നഷ്ടം ഉണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. കാരണം കേരളത്തിൽ ഭരണം ഉണ്ടാകണം 2026. ഭരണമില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കാലത്തെക്കുറിച്ച് ഇനി ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട്. ആ ദേശീയ നേതൃത്വം മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയെയും രേവന്തയെയും DK ശിവകുമാറിനെയും സച്ചിൻ പൈലറ്റിനെയും ഒക്കെ കേരളത്തിലേക്ക് ഇറക്കി ഒരു വലിയ പര്യടനം നടത്തുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള പര്യടനം നടത്തുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായ വിഷയമൊക്കെ തമസ്കരിക്കാൻ കഴിയും. പുതിയ ഒരു പ്രകടന പത്രിക കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയും. അതെത്തിക്കുന്നതോടുകൂടി ഇവിടുത്തെ ഭരണവിരുദ്ധ വികാരം മനസ്സിലാക്കിക്കൊണ്ട് കേരളം പിടിച്ചെടുക്കാം എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ആ കണക്കുകൂട്ടല് ഏത് തരത്തിൽ വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം കോൺഗ്രസിനകത്തെ സംബന്ധിച്ചിടത്തോളം അവർ പല കാര്യങ്ങളിലും വേണ്ട തരത്തിൽ ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. BJP നടത്തിയിട്ടുള്ള ഒരുക്കങ്ങൾ നോക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ആ ഓരോ പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നത് ഏത് നിയമസഭാ മണ്ഡലത്തിലാണ്, അവിടം കേന്ദ്രീകരിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട സ്ഥാനാർത്ഥി വരെ എത്തിക്കഴിഞ്ഞ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവില് BJP-യുടെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അത് കൂടുതലായിട്ട് തിരുവനന്തപുരം നഗരസഭയിലെ ഈ വാർഡുകളിലെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനും സംവദിക്കാനായിട്ടും സാധിക്കും. ഇത് BJP ഒരു പുതിയ തന്ത്രമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. BJP ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇറക്കിയിട്ടുണ്ടല്ലോ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും ആ മാസ്റ്റർ പ്ലാനിലൂടെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. അതിലൂടെ പിന്നീട് നിയമസഭയിലേക്ക് ഒരു വലിയ കടന്നുകയറ്റം നടത്താം. 2016 ഏക സീറ്റ് വിജയം മാത്രമല്ല, 2021 നഷ്ടപ്പെട്ട രീതിയിലുള്ള അവസ്ഥയായിരിക്കത്തില്ല 2026. അതുകൊണ്ട് വലിയൊരു തുടക്കമായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് BJP പറയുന്നത്. അപ്പോൾ കേരളത്തില് ജീവൻ മരണ പോരാട്ടത്തിലേക്ക് വരുന്ന കോൺഗ്രസ് LDF-നെയും NDA-യെയും ഒരുപോലെ നേരിടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്.